എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാനേ നമുക്ക് അരിപ്പൊടി കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ടാണ്. ഇങ്ങനെ ഉണ്ടയെന്ന് പറയും, ഇങ്ങനെ ചെറിയ ചെറിയ ബോൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കട്ടെ, അരി ഉണ്ട അല്ലെങ്കിൽ ബോണ്ട എന്നും പറയും. അപ്പം എന്നാൽ അങ്ങനെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ചൂട് വെള്ളത്തിൽ ഇതിങ്ങനെ കുറച്ച് അരിപ്പൊടി കുഴച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി. എങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിങ്ങനെ ഉണ്ട ഉരുട്ടിയിട്ടുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത്, എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം. എന്നാലും ഞാനിന്ന് രാവിലെ, അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അപ്പോൾ അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് അതന്നങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണേ. അപ്പോൾ നോക്കാവേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി ഞാൻ കുഴച്ച് വെച്ചു. ഇനി പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് അധികം തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് ശർക്കരയാണെങ്കിലും ചേർക്കാം കേട്ടോ. ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ചേർത്താൽ മതി. പിന്നെ കുറച്ച് ജീരകം ഞാൻ ശകലം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്കായും ചേർക്കാം. ഞാൻ ഏലക്കായുടെ ഇത് ചേർക്കുന്നില്ല. ഉള്ളി ജീരകവും തേങ്ങാപ്പീരയും പഞ്ചസാരയും ചേർക്കുന്നത്. ഓക്കെ. ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയിലോട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. തേങ്ങാപ്പീരയിലോട്ട് ഈ ജീരകവും പൊടിച്ചതും, പിന്നെ നമ്മുടെ പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ ഇത് ചേർക്കാം, ശർക്കര ചിരണ്ടി ചേർക്കാം. അപ്പം ഈ മിശ്രിതം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഇത് നമ്മൾ സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ പൊടി നനച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ മിശ്രിതം ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഉണ്ടായി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ച് വെച്ചിരിക്കുന്നത് അരിപ്പൊടി. അപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ച് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ നമ്മൾ കുഴയ്ക്കുകയാണെങ്കിൽ അത്ര സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ഉണ്ടയായിട്ട് ഇങ്ങനെ എടുക്കുക. ഉണ്ട ശരിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുക്കുന്നത്. ആവിയിൽ സ്റ്റീമിൽ നന്നായിട്ടങ്ങ് വെന്തോളുവേ. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഹെൽത്തിന് നല്ല കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഭക്ഷണ രീതിയാണ്. എന്ന് വെച്ചാൽ സ്റ്റീമിലാണ് ഉണ്ടാകുന്നത്. ഈ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മുടെ ഉണ്ട റെഡിയായേ. കണ്ടോ, നല്ല ഇതായിട്ടിരിപ്പുണ്ട്. കണ്ടോ, സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. നമുക്ക് കഴിച്ചാലോ? കഴിക്കാവേ.